ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും വന്ദനം ചൊല്ലുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 50-ാം വചനം. ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാലോ എന്തൊന്നിനാൽ അതിന് രസം വരുത്തും. നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനം ഉള്ളവരും ആയിരിപ്പിൻ. യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിശ്വസിക്കുന്ന അനവധി ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. കൂടാതെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ പല നിലകളിൽ ഉള്ള ആത്മീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ട്. അവരൊക്കെ പല സംഘടനകളിൽ ഉള്ളവരായിരിക്കും. എന്നാൽ ദൈവവചനം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുന്നവരെയും ഓർപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വചനമാണ് നമ്മൾ ഇന്ന് വായിച്ചത്. നിങ്ങൾ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനം ഉള്ളവരും ആയിരിപ്പിൻ. കർത്താവിനു വേണ്ടി ജീവിക്കുന്ന എല്ലാവരും, കർത്താവിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും പരസ്പരം സമാധാനം ഉള്ളവരായിട്ട് വേണം പ്രവർത്തിപ്പാൻ. ഓരോ പ്രവർത്തനങ്ങളുടെയും പുറകിൽ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടാവും. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ചിലർ അസൂയയോടെ പ്രസംഗിക്കുന്നു, ചിലർ ചാഠ്യത്തോടെ പ്രസംഗിക്കുന്നു, ചിലർ നല്ല മനസ്സോടെ പ്രസംഗിക്കുന്നു. പ്രസംഗിക്കുന്നത് ക്രിസ്തുവിനെ ആയതുകൊണ്ട് അവർ പ്രസംഗിക്കുന്നത് ഏതു വിധേന ആയാലും യേശുവിനെ അല്ലേ പ്രസംഗിക്കുന്നത് എന്ന് പറയുന്ന പൗലോസിൻ്റെ ഹൃദയവിശാലത നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിർഭാഗ്യവശാൽ ഇന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുന്നവരും പലപ്പോഴും അന്യോന്യം സമാധാനം ഉള്ളവരായിട്ട് കാണപ്പെടുന്നില്ല. ഒരു മത്സര മനോഭാവം, തന്നെത്താൻ ഉയർത്തുന്ന ഒരു മനോഭാവം, മറ്റുള്ളവരെക്കാൾ തങ്ങളേതോ ശ്രേഷ്ഠരാണെന്നുള്ള നിലപാടുകൾ, അവജ്ഞ, അവഗണന, ഇതൊന്നും വചനം അനുശാസിക്കുന്ന കാര്യമല്ല. നിങ്ങൾ അന്യോന്യം സമാധാനമുള്ളവരായിരിക്കണം. ഉപ്പ് നല്ലതാണ്, പക്ഷേ ഉപ്പ് അതിൻ്റെ രസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ പുറത്തു കളയാനല്ലാതെ മറ്റൊന്നിനും കൊള്ളത്തില്ല. നിങ്ങൾ സ്വാദുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരുമായിരിക്കണം എന്ന് യേശു പറയാനുള്ള കാരണം, യേശുവിൻ്റെ ഒരു ശിഷ്യൻ യോഹന്നാൻ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരിക്കൽ പറഞ്ഞു, ഗുരു, ഒരുവൻ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു. അവൻ നമ്മെ അനുഗമിക്കായികയാൽ ഞങ്ങൾ അവനെ വിരോധിച്ചു എന്ന് പറഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 38-ാമത്തെ വചനമാണ് വായിച്ചത്. അതിനെ യേശു പറഞ്ഞത്, വിരോധിക്കരുത്. എൻ്റെ നാമത്തിൽ ഒരു വീര്യപ്രവൃത്തി ചെയ്തിട്ട് വേഗത്തിൽ എന്നെ ദുഷിച്ചു പറയുവാൻ കഴിയുന്നവൻ ആരുമില്ല. നമുക്ക് പ്രതികൂലമല്ലാത്തവൻ നമുക്ക് അനുകൂലമല്ലോ. നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ എന്നീ നാമത്തിൽ ആരെങ്കിലും ഒരു പാനപാത്രം വെള്ളം നിങ്ങൾക്ക് കുടിപ്പാൻ തന്നാൽ അവന് പ്രതിഫലം കിട്ടാതിരിക്കില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നിട്ട് കർത്താവ് ഇങ്ങനെ കൂട്ടിച്ചേർത്തു 42-ാമത്തെ വചനത്തിൽ, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നവൻ്റെ കഴുത്തിൽ വലിയ ഒരു തിരികല്ല് കെട്ടി അവനെ കടലിൽ ഇട്ട് കളയുന്നത് അവന് ഏറെ നല്ലത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം നാം ചിന്തിക്കുകയാണ്. പരസ്പരം സമാധാനമുള്ളവരായിരിക്കണം ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരും. അവരൊക്കെ ചിലപ്പോൾ പല സഭകളിൽ, പല സംഘടനകളിൽ ഒക്കെ നിൽക്കുന്നവരാണ്. പക്ഷേ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, എല്ലാവരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. എങ്കിൽ അവരോട് സമാധാനത്തോടെ അവരെ കരുതുന്ന, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, അവരെ നിരുത്സാഹപ്പെടുത്താത്ത ഒരു നിലപാട് വേണം ഓരോ ദൈവമക്കൾക്കും ഉണ്ടാകേണ്ടത്. യോഹന്നാൻ കണ്ട കാഴ്ച, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരാൾ ഭൂതങ്ങളെ പുറത്താക്കുന്നു. യോഹന്നാൻ ഇഷ്ടപ്പെട്ടില്ല. യോഹന്നാൻ പറഞ്ഞു, അവനെ വിരോധിക്കണം, അവനങ്ങനെ ചെയ്യാൻ അനുവദിക്കരുത്. പക്ഷേ കർത്താവിൻ്റെ മറുപടി, ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നവൻ്റെ കഴുത്തിൽ ഒരു വലിയ തിരികല്ല് കെട്ടി അവനെ കടലിൽ ഇട്ടുകളയുന്നത് അവന് നന്ന്. ഇങ്ങനെ പല കാര്യങ്ങൾ ഓർപ്പിച്ചതിന് ശേഷമാണ് യേശു ഉപ്പിൻ്റെ കാര്യം പറയുന്നത്. ഉപ്പ് നല്ലതാണ്, പക്ഷേ ഉപ്പിന് അതിൽ തന്നെ അതിൻ്റെ രസം നഷ്ടപ്പെട്ടു പോയാൽ എന്തോന്നുകൊണ്ട് അത് രസം വരുത്തും.
നിങ്ങളിൽ തന്നെ സ്വാദുള്ളവരും അന്യോന്യം സമാധാനം ഉള്ളവരും ആയിരിപ്പീൻ. നമുക്ക് മറ്റുള്ളവരോട് സമാധാനമായി ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ? മറ്റ് സഭകളിലുള്ള ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളോട്, സ്വന്തം സഭയിൽ ഉള്ളവരെ പോലും സ്നേഹിക്കുവാൻ വിമുഖത കാണിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് പല നാമങ്ങളിൽ ക്രിസ്തുവിൻ്റെ സഭ അറിയപ്പെടുമ്പോൾ, ക്രിസ്തുവിൻ്റെ സഭ ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിൽ മാത്രമാണ് സംഘടനകൾ ഉള്ളത്. സഭ ഒന്ന് മാത്രമാണ്. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും ദൈവത്തിൻ്റെ മക്കളായിട്ട് കാണുവാൻ, ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവത്തിൻ്റെ വേലക്കാരായിട്ട് കാണുവാനുള്ളൊരു മനസ്സ് നമ്മൾക്കുണ്ടോ? ഇല്ല എങ്കിൽ ആ മനസ്സ് നമുക്കുണ്ടാകണം. നാം നിമിത്തം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആർക്കെങ്കിലും ഇടർച്ച വരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നാം ദൈവത്തിൻ്റെ കോടതിയിൽ കുറ്റക്കാരാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ ശ്രേഷ്ഠന്മാരെന്നെണ്ണാം. പൗലൂസിൻ്റെ മനോഭാവമാണ് ഇവിടെ ഏറ്റവും നല്ലത്. ഏതു വിധേനയും ആണെങ്കിലും അവർ ക്രിസ്തുവിനെയല്ലേ പ്രസംഗിക്കുന്നത്. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ നാമം എല്ലായിടത്തും പരക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും സ്നേഹിപ്പാൻ, കരുതുവാൻ, എല്ലാവരോടും സമാധാനമായിരിക്കാൻ വചനം കേൾക്കുന്ന ഏവർക്കും കൃപ നൽകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടാടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടാടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശു.